നമസ്കാരം വൃന്ദ. ഞാനിപ്പോൾ അതായത് പാലക്കാട് ജില്ലയെ പ്രതീക്ഷിച്ച് വന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരനാണ്. ഹയർ സെക്കൻഡറി വിഭാഗം നാടോടി നൃത്തത്തിൽ എ ഗ്രേഡ് നേടിയിരിക്കുന്ന കൃഷോബാണ് ഇപ്പൊ എന്റെ കൂടെയുള്ളത്. അപ്പൊ എല്ലാവരും നല്ലൊരു ഭാവങ്ങൾ നേടുന്നു. നമസ്കാരം. നമസ്കാരം. എന്തായാലും ഇന്നലെ നാടൻ പാട്ടിൽ എ ഗ്രേഡ് കിട്ടി. മൊത്തം എത്ര മത്സരത്തിൽ പങ്കെടുത്തു? മൊത്തം 5 എണ്ണത്തിൽ പങ്കെടുത്തു. 3 എണ്ണത്തില് ഡിസ്ട്രിക്ട് വരെ വന്നു, 1 പോയി, അങ്ങനെ 2 എണ്ണത്തില് സ്റ്റേറ്റിൽ വന്നു. നാടൻപാട്ടും ഫോക്ക് ഡാൻസും 2 ഇപ്പം എ ഗ്രേഡ് കിട്ടി. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഗുരുനാഥൻ ആരാണ്? ജിത്തു സാറ്, ഷെറിൻ സാറ്, ഗോപിക് ചേച്ചി, ഇവരെ 3 പേരാണ് കൊറിയോഗ്രാഫ് ചെയ്തത്. പാട്ടിന്റെ ലിറിക് എഴുതിയത് കണ്ണൻ മാഷാണ് തൃശ്ശൂരിൽ നിന്ന്. പിന്നെ ഡിസ്ട്രിക്ട് വരെ ജിതിൻ ചേട്ടനായിരുന്നു മേക്കപ്പ്. ഇന്ന് ഇവിടെ ക്ലിന്റോവും ആദി ചേട്ടനും ആയിരുന്നു ഇവിടെ മേക്കപ്പ്. എല്ലാവർക്കും താങ്ക്സ്. പിന്നെ അതുപോലെ തന്നെ ജിത്തു സാർക്ക് മീൻസ് പഠിപ്പിക്കുന്ന സാർക്ക് ആക്സിഡന്റ് ആയിരുന്നായിരുന്നു. പ്രോഗ്രാം കാണാൻ വേണ്ടി കുറച്ച് ടാസ്ക് ചെയ്ത് ബുദ്ധിമുട്ടെടുത്തിട്ടാണ് ഞാൻ വന്നു. പിന്നെ ഇതെല്ലാം ചെയ്തതും ജിത്തു സാർ തന്നെയാണ്. ഈ പ്രോപ്പർട്ടിയും ഇതൊക്കെ സ്വന്തമായി സാർ തന്നെയാണ് ചെയ്തത്. അപ്പൊ താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ്. PTA ആൻഡ് സ്കൂൾ എല്ലാവർക്കും താങ്ക്സ്. എന്തായാലും എനിക്ക് ആ മാഷ് ഒന്ന് ടാസ്ക് എടുത്ത് വന്ന മാഷാരാ എവിടെ? ജിത്തു സാർ ഒന്നേ വാ, ഒന്നും കൂടെ. ടാസ്ക് എടുക്കുന്നതാണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരേണ്ടത്. നമസ്കാരം. എന്ത് പറ്റി? കഴിക്കുന്ന പറ്റിയത്? വണ്ടിയിൽ നിന്ന് വീണാണ്. വണ്ടിയിൽ നിന്ന് തെന്നി വീണാണ്. കുഴപ്പമൊന്നും ക്ലിയർ ആയി? ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, പെട്ടെന്ന് സുഖമായി വരട്ടെ. എന്താ പേരെന്താണ്? ജിത്തു. ജിത്തു. സാറിന്റെ പേര്? ഷെറിൻ. സ്വന്തം സ്ഥലം എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? കോഴിക്കോട് കുറ്റ്യാടി. സാറിന്റെ സ്ഥലം? പാലക്കാട് ചിറ്റൂര്. കൂടെ ഒരാളും കൂടി ഉണ്ട്, ഗോപികയാണ്. ഞങ്ങൾ 3 കൂടെ കൊറിയോ ചെയ്ത് കണ്ണമാഷിന്റെ വരികളാണ്, തൃശ്ശൂർ കണ്ണമാഷിന്റെ. നമ്മുടെ മത്സരിച്ച് എ ഗ്രേഡ് കിട്ടിയതിന്റെ ഒരു പ്രസന്നത മുഖത്തുണ്ട്. കാരണം ഓരോ അധ്യാപകരെയും പഠിപ്പിച്ച എല്ലാവരെയും എടുത്തെടുത്ത് പറയാനുള്ള ഒരു ആവേശം നമ്മുടെ കൃഷോബിന്റെ ഓരോ ഡയലോഗിലുണ്ട്. നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്താ മോനെ? BSS HSS കൊല്ലങ്കോട്. നിങ്ങളുടെ അവതരിപ്പിച്ച തീം എന്താണ്? നാടോടി തീച്ചാമണ്ടി തെയ്യക്കോലത്തിന്റെയാണ്. അപ്പൊ തുടങ്ങിയാലോ? അപ്പൊ നമുക്കൊരു തീച്ചാമണ്ടിയുടെ ഒരു രൂപത്തിലുള്ളൊരു നാടോടി നൃത്തം നമുക്ക് ആസ്വദിക്കാം. റെഡി? തെറ്റേറ്റു ചൊല്ലി മാപ്പിരന്നു കുടിയിരുത്തി ഒറ്റമേ ഉള്ളിലെ തീയുളകില്ലേ കിളർത്തി എന്റെ കണ്ണേ, തീയിനെ പൊള്ളിക്ക വേറെ തീയൊട്ടതുക്കുമോ പൊന്നേ. ആ വാഴുക വാഴുക ദൈവേ, തീ ചാമണ്ടിയാകുമെൻ ദൈവേ. ആ വാഴുക വാഴുക ദൈവേ, തീ ചാമണ്ടിയാകുമെൻ ദൈവേ. തീ ചാമണ്ടിയാകുമെൻ ദൈവേ, തീ ചാമണ്ടിയാകുമെൻ ദൈവേ. എന്തായാലും കുറച്ചുകൂടി കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? ഒന്ന് അനുഗ്രഹിക്കൂ. കണ്ടല്ല, നമുക്ക് ദൈവികമായിട്ടുള്ള ഒരു കലയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് കാവലൊന്നും പോയി പോവാൻ സമയമില്ല. അപ്പൊ ഇവിടുന്ന് ഈ ഒരു തെയ്യക്കോലത്തെ അനുഗ്രഹം വാങ്ങുന്നുള്ള കാര്യമാണ്. അപ്പൊ ഇത് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഭാവിയിൽ കലാരംഗത്തും പഠനരംഗത്തും മികച്ച നിലവാരത്തെത്തണമെന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന അധ്യാപകർക്കും ഗുരുക്കന്മാർക്കും എല്ലാവർക്കും നമ്മുടെ കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക അന്വേഷണം അറിയിക്കുക. ഓൾ ദ ബെസ്റ്റ്.